ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊഴുക്കട്ട റെസിപ്പിയാണ്. കൊഴുക്കട്ട സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ബൗളിൽ തേങ്ങ ചിരുവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തപ്പഴം വേണം. ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ സീഡൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ കൊഴുക്കട്ടയുടെ ഒക്കെ ആ ഒരു പരുവത്തിന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇവിടെ നമുക്കിത് കുഴയ്ക്കാനായിട്ട് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പഴം വെച്ച് തന്നെയാണ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. അത് പരുവായില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ച് മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു വാഴയിലിട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടി വെച്ചേക്കുന്നത്. ഇത് നമുക്കിനി നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ വേവിച്ചെടുക്കാം. അപ്പം ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾസ് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ കൊഴുക്കട്ട വെന്ത് കിട്ടും. അപ്പം ഇവിടെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിൽ ഇതുപോലൊരു കൊഴുക്കട്ട ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. അപ്പം വീണ്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പം അതുവരേക്കും